ഏറെക്കുറെ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഫേസ്ബുക്കിലൂടെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ ആശ്വാസം ഒരു പക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഉണ്ടായിരിക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ അൻവർ നടത്തുന്ന വാറിന് പിന്നിൽ പാർട്ടിയുടെ പല പ്രബലരുടെയും പിന്തുണയുണ്ടെന്നാണ് സൂചന. സംസ്ഥാന സെക്രട്ടറിയുടെ മൗനം പോലും അൻവറിന് ഊർജ്ജമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ അൻവറിന്റെ ഭാവപകർച്ചകൾ ഒന്ന് കണ്ടുവരാം. ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു. എനിക്ക് ഫീൽ ചെയ്തതാണ്. ബോംബെ അധോലോകത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നു. ഇതിപ്പോൾ ലോകം മുഴുവൻ ഇത്തരം ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും. ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P ശശിയൻ അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റും. അല്ല, അതൊന്നും എനിക്കറിയാം. അതിന്റെ നാടല്ല ഞാൻ. അല്ല, അവസാനിച്ചു കഴിഞ്ഞു. ഇത്രേ കാര്യങ്ങൾ പറയാനുള്ളൂ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവരെങ്ങനെയാ? ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ്. ശരിയാണെന്ന് ഞാൻ പഴയ കോൺഗ്രസ് തന്നെയല്ലേ? എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാ സഖാവ് EMS ആയത്?